പറയാമോ? ഞങ്ങൾക്ക് ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി ആരല്ല ഈ രാജ്യം മൊത്തവും ഞങ്ങളെ കൂടെ ഉണ്ട്. എന്നിട്ട് പോലും ഇവർക്ക് മാത്രം എന്ത് ഇത്ര അഹങ്കാരം? ഇവർക്ക് ഇത്ര അഹങ്കാരം എന്തോന്നാ സാറേ? ഞങ്ങൾ എന്ത് കുറ്റം ചെയ്ത്? ഞങ്ങൾ 32 രൂപ കൂട്ടി ചോദിച്ചതുകൊണ്ടാ? ഞങ്ങൾ 232 രൂപയെന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിത്തരാൻ പറഞ്ഞതുകൊണ്ടാണോ? ഞങ്ങളുടെ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് കഴുത്തിലെടുക്കാൻ വയ്യാത്ത ഭാര ജോലിയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിന് കൂലി ചോദിച്ചതുകൊണ്ടായി ഇത്രയും മാത്രം ഗതികെട്ട് വയ്പ്പിക്കാൻ പറ്റത്. ഇനി ഇതിൽ നിൽക്കില്ല, ഇനി ഇതിനൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിൽക്കില്ല. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ആർക്കും നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റൂല. ആ രീതി ഞങ്ങൾ ചെയ്യും, ഇത് ഉറപ്പാണ്. ഇതെൻ്റെ തലയിലടിച്ച് പറയണം, ഇത് സത്യം. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ ചെയ്യും, ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ചെയ്യും, സത്യമായിട്ടും ചെയ്യും. ഒന്നും അറിഞ്ഞില്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇനി എന്ത് വേണം? ഈ സമരം ചെയ്യുന്ന സ്ത്രീകളെ കണ്ടില്ലെന്നടിക്കുന്നതായ സർക്കാർ ദയവായി ഈ സമരത്തെ ചർച്ചയ്ക്ക് വിളിക്കണം. അവരോട് ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കണം എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ തീർച്ചയായിട്ടും സാധാരണക്കാരുടെ സമരം വിജയിച്ചിട്ടേ ഉള്ളൂ. ജനകീയ സമരമാണ്. അവരുടെ കയ്യിൽ ബോംബില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. നിരായുധരായ ഒരു കൂട്ടം ആളുകളുടെ സമരം വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കടമ്പനിട്ട ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കവിത ചൊല്ലാൻ വേണ്ടിയിട്ട് ഈ ദൈവത്തെ ഉദിച്ചു നിൽക്കണം, ദൈവത്തെ സത്യം ചെയ്ത് പറയണം. ഇനി ഞങ്ങളെ പരീക്ഷിക്കരുത്, ഞങ്ങൾ താങ്ങാൻ വയ്യ. ഞങ്ങൾ ഭൂമിയോളം താങ്ങും. ഞങ്ങളെ നെഞ്ചറ്റവും ഞങ്ങൾ സഹിച്ച് ഞങ്ങൾ വയ്യ സാറ്, പറയാൻ വാക്കളില്ല. നിങ്ങളെല്ലാവരും കാണുകയും ഇതിലപ്പുറം ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ മാലാകന്മാരെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങളെ തലവരെ വഴിച്ചിറക്കിപ്പിക്കാൻ ഇടവച്ച് സർക്കാരാണ്. മാലാകന്മാരെന്ന് പറഞ്ഞ് ഡൽഹി ചെന്ന് 1ാം സ്ഥാനം വാങ്ങിക്കൊണ്ട് വന്നാണ് ആരോഗ്യ വകുപ്പിൻ്റെ ഇല്ല. ഞങ്ങളെ തലവരെ മുണ്ടനം ചെയ്യിപ്പിച്ചു. ഇനി മുണ്ടനല്ല ചെയ്യുന്നത്, ഞങ്ങളുടെ ജീവനായിരിക്കും കൊടുക്കുന്നത്. അതിൽ മാറ്റമില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഭരണത്തിനെ പോകുന്നത്. ഞങ്ങൾ ജയിപ്പിച്ച് വിട്ടത് ഇതിനാണ് സാറേ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാം കമ്മ്യൂണിസ്റ്റാ. എൻ്റെ അച്ഛൻ്റെ പേരിന് സ്മാരകം വരവുണ്ട്. എൻ്റെ അച്ഛൻ്റെ പേര്. ഞാനൊരു കമ്മ്യൂണിസ്റ്റാരുടെ മകളാണ്. ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു? ഞങ്ങളെ മന്ത്രിക്ക് ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു? ഇത്രയും ഞങ്ങൾ ചെയ്തു. ഇതിനു വേണ്ടിയാ ഞാൻ പാർട്ടിക്ക് വേണ്ടി നിന്നത്. ആരോടും ഇത് കാണിക്കരുത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇതിന് ഒരു സ്ത്രീകളോടും ഇത് കാണിക്കരുത്. ഒന്നും ചെയ്തില്ല. 50 ദിവസമായി, 12 ദിവസമായി നിരാകാരം കിടക്കുന്നു. ഇൻസെന്റീവ് എനിക്ക് ഒക്ടോബർ മാസത്തിലെ ഇൻസെന്റീവ് കിട്ടിയില്ല. ഓണറേയും വേണ്ട, കിട്ടിയില്ല. മാർച്ചിൽ ഞങ്ങൾ സമരത്തിന് ഒന്നും തന്നില്ല. ഞങ്ങളിവിടെ സമരത്തിനാണെന്നും പറഞ്ഞ് എനിക്ക് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഈ നിമിഷം വരെയും കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ അത്രയ്ക്ക് എന്തോ പറയാൻ സാറേ, ഞങ്ങൾ പറഞ്ഞ് തളർന്ന് ഇനി എന്താ പറയാ? ഇനി എന്തോന്നാ പറയേണ്ടത്? ഇതിലപ്പുറം എന്തോ ഞങ്ങൾ പറയേണ്ടത്? ഇത്രയും വലിയ ഞങ്ങളാക്കി വെച്ചിട്ടില്ലേ? ഇനി അവർക്ക് സമാധാനം വരണമെന്നുണ്ടെങ്കിൽ സമാധാനം സമരം സെക്രട്ടറിയേറ്റിന് മുന്നിൽ 50ാം ദിവസം ഇന്നും തുടരുകയാണ്. അതിനിടയിലാണ് തലമുണ്ടനം ചെയ്തുള്ള കടുത്ത പ്രതിഷേധ രീതിയിലേക്ക് ആശാവർക്കർമാർ പോയത്. നമുക്ക് പറഞ്ഞും കരഞ്ഞും പദം പറഞ്ഞും നിലവിളിച്ചും ഒക്കെയാണ് അവനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുന്നിൽ നിന്നൊരു ഭരണകൂടത്തോട് കുറെ അധികം അമ്മമാർ.